ഞാൻ ദീപായസ് പണിക്കർ. എൻ്റെ വീടെന്ന് പറയുന്നത് സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം പി ഒ മാവേലിക്കര. ഇത് ഭരണിക്കാവ് വില്ലേജാണ്, 1-ാം വാർഡ്. എൻ്റെ വീട്ടു നമ്പർ എന്ന് പറയുന്നത് 89 മനസ്സിലായില്ലേ? എൻ്റെ പേരിലാണിത്. എൻ്റെ അമ്മയുടെ കാലശേഷമാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. എൻ്റെയാണിത്. അല്ലാതെ ഒരാൾക്കും ഞാനിത് കൊടുക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചിലവർ എൻ്റെ പുറകിന് ഇങ്ങനെ നടപ്പുണ്ട്. ഞാനൊരു ഡിവോഴ്സ്ഡാണ്. അവനെന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ്. ഞാനും അഡ്വക്കേറ്റാണ്. ഞാനും MBA കഴിഞ്ഞതാണ്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുത്തൂറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. SBL എന്ന് പറയുന്നൊരു ഇതെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാറ്റാടി എന്ന് പറയുന്ന ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാനഡയ്ക്ക് പോകാൻ ശ്രമിച്ചവർ ഇത് ബ്ലോക്ക് ചെയ്ത്. അതുപോലെ പിന്നെ പല മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനികളിലും വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റായിട്ടും 2002 മുതൽ 4 വരെയും പിന്നെ 2018 അങ്ങനെ കുറേ സമയം നമ്മൾ പോയതാണ്. ഇങ്ങനെ ഇവർ നമ്മുടെ പുറകിൽ നടക്കുക, നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. ഇവർക്ക് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ചിലവർ ഞങ്ങൾ വലിയ ജോലി ഉപേക്ഷിച്ചിട്ട് പട്ടിയെ വളർത്തുകയാണ്, മറ്റേ ഇതൊക്കെ ചുമ്മാതെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ കരിയർ എന്തെങ്കിലുമൊക്കെ ലോസ്റ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഇൻഷുറൻസൊക്കെ അടിച്ചു മാറ്റി നല്ല കാശൊക്കെ അവിടെ ഇട്ടിട്ടാണ് പട്ടിയെ വളർത്തുന്നു, മറ്റേതാണ് മറിച്ചേതാണ്, അങ്ങനെ ലക്ഷങ്ങളാണ്, അതാണെന്ന് ഇതാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും കല്ല് വെച്ച നുണകളാണ്. അങ്ങനെ പല രീതിയിലുള്ള, നിങ്ങൾക്കറിയാം, മിഠായി തെരുവ് കത്തുന്നതും പല ടൈപ്പിലുള്ള ഇൻഷുറൻസ് മോഷണം, അതുപോലെ നമ്മളെ വെച്ച് ഇൻഷുറൻസ് മോഷണമാണ് ഇവന്മാർക്ക് കുറേ ക്രിമിനൽസിന് ജോലി. ഇതിന് കുറേ പോലീസുകാരും എല്ലാം സപ്പോർട്ടാണ്. നമ്മുടെ സിസ്റ്റം തന്നെ സപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ പിന്നെ ഇതിനൊക്കെ എതിരെ എന്താണ് ഇതൊന്നും ചെയ്യാത്തത് ഇവർ? എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പല ഇതിലും പല കൊലപാതകം നടക്കുന്നത് ഇവർ നിമിത്തമാണ്. പക്ഷേ ഗവൺമെൻറ്റോ ആരും ആ ഒരു വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വലിയ ആളുകളിലോട്ട് പോകാതെ അവർക്ക് മാത്രം ശിക്ഷ നൽകി അതിൻ്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. റൂട്ട് കോസ് കളയാതെ ഇതൊന്നും നിൽക്കത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ സംഗതികളും നമ്മളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെച്ച് ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട്. ഈ ഇൻഷുറൻസ് ലൂട്ടേഴ്സിന് വലിയൊരു റാക്കറ്റ് ഉണ്ട്. ഭയങ്കര നെറ്റ്വർക്കാണ് ഇവർക്ക് ഗൂണ്ടകളുണ്ട്. ഇവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പലതും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ലോകം. ഭയങ്കരമായ എന്താ പറയുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ ക്രിമിനൽസാണ് ഇന്നിവിടെ ഉള്ളത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവരെ കൊണ്ട്. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറിയിരിക്കുകയാണ്.